Okay, good morning all. Welcome to our no problem. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോളിഡ്സ് വരെ ഇത് പഠിച്ചേ. ദാറ്റ് ഈസ് ഫസ്റ്റ് മൊഡ്യൂൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻ, സെക്കൻഡ് മൊഡ്യൂൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സിൽ നമ്മൾ സോളിഡ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPയുടെ പ്രോബ്ലം ഒക്കെ പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ ഓഫ് സോളിഡ്സ്, ദാറ്റ് ഈസ് ആസ് പെർ KTU സിലബസ്. തേർഡ് മൊഡ്യൂൾ ഈ സെക്ഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, നേരത്തെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോഴത്തേക്ക് ഇത് രണ്ട് മൊഡ്യൂളിലായിട്ട് കിടന്നിരുന്ന ടോപ്പിക്കാണ്. അത് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു ബിക്കോസ് അത് തമ്മിൽ കുറേയേറെ സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോളിഡിന്റെ ഡിഫറെന്റ് പൊസിഷനിലുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആയിരുന്നു നേരത്തെ വരച്ചിരുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആ സോളിഡിനെ നമ്മൾ സെക്ഷൻ ചെയ്യുകയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ഇതുപോലെ സപ്പോസ് ദിസ് എ കോൺ, ഒരു കോൺ ഇരിക്കുന്നു. ഈ കോണിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ട്. അപ്പൊ എന്താണ് സെക്ഷൻ പ്ലെയിൻ, എന്താണ് സോളിഡ്, എന്താണ് സിമ്പിൾ പൊസിഷൻ, ഈ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് പറയുകയാണ്. ഇപ്പൊ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞില്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇതൊരു ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് VP-ക്ക് പാരലൽ ആയിട്ടിരിക്കുന്ന ഒരു വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണ്. അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിൻ വെച്ച് നമ്മൾ ഒരു സോളിഡിനെ, ഇപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഒരു സോളിഡിനെ ഇങ്ങനെ സെക്ഷൻ ചെയ്യുവാണ്, അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം റിമൂവ് ചെയ്തിട്ട് പിന്നെ ഈ സോളിഡ് ഇതേ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് കട്ട് ചെയ്യുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബൈസെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു സെക്ഷൻ പ്ലെയിൻ ആണ്. സെക്ഷൻ പ്ലെയിൻ, വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഇതിന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ. ഇതുപോലെ നമുക്ക് VP-ക്ക് സെക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ വിളിക്കാൻ വേണ്ടി. ഇപ്പൊ സപ്പോസ് ദിസ് ഈസ് ദ സോളിഡ് ആൻഡ് ദിസ് ഈസ് എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ഓർ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ സെക്ഷൻ പ്ലെയിന്റെ പ്രത്യേകത എന്താണ്? ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കോണിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും എന്ന് പറയാമോ? ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തായിരിക്കും? ഈ അപ്പെക്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പെക്സ് ഈസ് റിമൂവ്ഡ്. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു ബേസ് സർക്കിളും കാണാൻ പറ്റും. ഈ കട്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ചെറിയ സർക്കിൾ അവിടെ ഫോം ചെയ്യും, ഇല്ലേ? ഞാനിപ്പോ അത് റഫായിട്ടൊന്ന് വരച്ച് കാണിക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ കോണിന്റെ ഫ്രണ്ട് വ്യൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സെക്ഷൻ പ്ലെയിനെ നമുക്ക് നൊട്ടേഷൻ അല്ലെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെയിൻ ലൈൻ വെച്ച് തന്നെയാണ്. ആക്സിസിനെ റൊട്ടേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ ലൈൻ വെച്ചാണ് സെക്ഷൻ പ്ലെയിന് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെക്ഷൻ പ്ലെയിന് കട്ട് ചെയ്തതിന് ശേഷമുള്ള ടോപ്പ് വ്യൂ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ അതിന് രണ്ട് ആരോ ഹെഡ് നമ്മൾ കൊടുക്കണം. ഈ സെക്ഷൻ പ്ലെയിന്റെ രണ്ട് എൻഡിലും ഇതുപോലെ ഒരു ചെറിയ തിക്നെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനുള്ളതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ ഇത് XY ലൈനിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആക്ച്വലി ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇതുപോലെ ഒരു ടോപ്പ് വ്യൂ ആയിരുന്നു. ദെൻ കട്ട് ചെയ്തതിന് ശേഷം അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ ഇവിടെ ഫോം ചെയ്യും. ക്ലിയർ ആയോ ഇപ്പോ? അപ്പൊ ഇനിയിപ്പോ ഇതുപോലെ ആയിരിക്കും സോളിഡ് ഇരിക്കുന്നത്. മുകളിലെ പോർഷൻ നമുക്കില്ല. അപ്പൊ ഇത് തിക്കായിട്ട് വരും. ഈ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ ഇത് സെക്ഷൻ ചെയ്തതിന് ശേഷം വന്ന ഒരു സർക്കുലർ ഷേപ്പ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ലൈൻസ് വരക്കും. ഇതിനെ ഹാച്ച് ചെയ്യുക എന്ന് പറയും. അത് 2Hന്റെ പെൻസിൽ കൊണ്ട് തിന്നായിട്ടായിരിക്കും വരക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. 1.5 mm to 2 mm ഗ്യാപ്പ്. ഒരു 2 mm ഗ്യാപ്പിൽ 45 ഡിഗ്രി അതിന് ഇൻക്ലിനേഷനിലാണ് ഹാച്ച് ചെയ്യുന്നത്. അപ്പൊ ഹാച്ച് ചെയ്തതിനു ശേഷം നമുക്കിപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ്സ് എ സെക്ഷൻഡ് വ്യൂ ഓഫ് എ കോൺ. ദ സെക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു HP. അതുകൊണ്ടാണ് XY ലൈന് പാരലൽ ആയിട്ട് ഈ സെക്ഷൻ പ്ലെയിൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 60 mm ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര mm മുകളിലൂടെയാണ് ഇത് പാസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. It may be 40 mm above the axis. Okay. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു കോൺ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ കോണിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും വരുന്നത്? ഒരു മുകളിൽ ഒരു ചെറിയ സർക്കിൾ കാണും, കട്ട് ചെയ്തതിന് ശേഷം വന്ന് താഴെ ഒരു വലിയ സർക്കിളും കാണും. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, ഇനി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിക്കേ. സർക്കിൾ ഇങ്ങനെ ഇരിക്കുന്നു, അതിൽ കോൺ ഇങ്ങനെ ഇരിക്കുന്നു, അതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ആണ്, ഇതാണ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. അതായത് HP പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന സെക്ഷൻ പ്ലെയിൻ. അപ്പൊ അത് കട്ട് ചെയ്യുന്നത് താഴെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും കട്ടായി പോയിരിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇതുപോലെ ഇരിക്കുന്ന ഒരു സോണിനെ ഈ ആക്സിസിന് അല്ലെങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് മാറി ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂല് ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഫ്രണ്ട് വ്യൂല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയൊരു ആർക്ക് പോലെ ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ആർക്ക് പോലെ കാണാൻ പറ്റും ഇല്ലേ? എന്തുകൊണ്ടാണ്? അത്രയും ഭാഗം കട്ട് ചെയ്തു പോയി. അപ്പോൾ പുതിയൊരു ഏരിയ അവിടെ പോകുന്നു. അത് ആർക്കായിരിക്കും. ഇത് എങ്ങനെ വരക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഇത് ഏതൊക്കെ സെക്ഷൻ പ്ലെയിൻ ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ, ദിസ് ഈസ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. ഇനി ഇത് ഇപ്പൊ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും പാനിക് ആവേണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ പ്രോബ്ലംസ് ഓരോന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഇത് രണ്ടുമല്ല നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP. അതായത് VPക്ക് പെർപെൻഡിക്കുലർ ആണ്, ബട്ട് HPക്ക് പാരലൽ അല്ല. സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു HP ഓൾസോ. അപ്പൊ ഇതുപോലാണ് സെക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു സെക്ഷൻ പ്ലെയിൻ എങ്ങനെ ഒരു സോളിഡിനെ കട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm, ഹൈറ്റ് 60 mm. അപ്പോൾ ഒരു കോണ് ബേസ് ഡയമീറ്റർ 50, ഹൈറ്റ് 60. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും, ടോപ്പ് വ്യൂ ഇതുപോലെ വരും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കാണാൻ പറ്റും. VPക്ക് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അത് VPയിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. HPയിൽ അത് കാണാൻ പറ്റില്ല, കാരണം ഇങ്ങനെയായിരിക്കും സെക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പോൾ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ 40 degree to HP and which is passing through the midpoint of the axis. HPക്ക് 40 degree ഇൻക്ലൈൻഡ് ആയിട്ട് അതിന്റെ ആക്സിസിന്റെ മിഡ് പോയിന്റ് കൂടെ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സോളിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ സോളിഡ് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിങ്ങനെ റിമൂവ് ആയി പോകും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഒരു സെക്ഷൻ പ്ലെയിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂല് കട്ട് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? ഈ പോർഷൻ റിമൂവ് ആവും. ഇത് റിമൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു വലിയ ബേസ് സർക്കിൾ ഏറ്റവും താഴെ കാണാൻ പറ്റും. ഇതില്ല എന്ന് വിചാരിച്ചോളുക. ഓക്കെ, ഈ പോർഷൻ ഇല്ല ഇപ്പോൾ. ദെൻ ഇവിടെ ഒരു പുതിയൊരു സർക്കുലർ ഷേപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി സർക്കുലർ ഷേപ്പ് ആണല്ല, അതൊരു മുട്ടയുടെ ഷേപ്പാണ്, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു വ്യൂ കാണാൻ സാധിക്കും ടോപ്പ് വ്യൂല്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെ വരക്കുന്നത് നമുക്ക് നോക്കാം. ദെൻ ഇപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾ കാണുന്നതാണോ ആക്ച്വലി ഉള്ള ഇതിന്റെ ആ ഷേപ്പ് ഇതായിരിക്കുമോ? ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ വരക്കാൻ നേരത്തേക്ക് നമുക്ക് മനസ്സിലാകും. ഒരു റഫായിട്ടൊരു ഫിഗർ ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ വരാൻ പോകുന്നത് ഇതുപോലെ ആയിരിക്കും അല്ലേ? ഇതുപോലെ ആയിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. അപ്പോൾ ഈ ടോപ്പ് വ്യൂല് നമുക്ക് ഇപ്പൊ കിട്ടുന്നതല്ല അതിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ട്രൂ ഷേപ്പ് ഇൻ ദ സെൻസ് എന്താണ്? നമുക്ക് ടോപ്പ് വ്യൂല് കാണുന്നത് പോലെയല്ല ആക്ച്വലി അതിന്റെ വ്യൂ, അല്ലെങ്കിൽ അതിന്റെ ശരിക്കുമുള്ള പ്രൊജക്ഷൻ. ഓക്കെ, അതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു. ഇപ്പൊ സപ്പോസ് ഈ കോണ് മാറി ഒരു സിലിണ്ടർ ആയിരുന്നു ഇവിടെ ഇരുന്നത് എന്ന് സങ്കല്പിക്കുക. ഒരു സിലിണ്ടർ ആയിരുന്നു ഇരുന്നത്. ഈ സിലിണ്ടറിന് ഞാൻ ഇതുപോലെ HPക്ക് പാരലായിട്ട് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തു.
നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എന്തായിരിക്കും? ആക്ച്വലി ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നത് ഈ പോയിന്റ് ഇങ്ങോട്ട് ഇവിടെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഹാച്ച് ചെയ്യേണ്ടി വരും. അതായത് ഒരു സർക്കുലർ ഷേപ്പ് പോലെ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ കാണും. ബട്ട് ആക്ച്വലി ഇതൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിൽ അത് സർക്കുലർ ഷേപ്പായിട്ട് കാണും. ബട്ട് അത് ആക്ച്വലി എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയതെന്ന് നമ്മൾ നോക്കണം. അപ്പം നമുക്കത് കാണാൻ സാധിക്കും അതൊരു എലിപ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ട്രൂ ഷേപ്പ്. അതിന്റെ ശരിക്കുള്ള പ്രൊജക്ഷൻ എന്താണ് എന്നറിയുന്നതിന് വേണ്ടി സെക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ട്രൂ ഷേപ്പ്. സെക്ഷൻ ചെയ്തതിന് ശേഷം എന്താണോ കാണുന്നത് എന്നുള്ളതാണ് സെക്ഷൻഡ് ടോപ്പ് വ്യൂ. സെക്ഷൻ ചെയ്തതിന് ശേഷം എന്താണോ ഫ്രണ്ട് വ്യൂ എന്നുള്ളതാണ് സെക്ഷൻഡ് ഫ്രണ്ട് വ്യൂ. സെക്ഷൻ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന ആക്ച്വൽ ഇമേജ് അല്ലെങ്കിൽ ആക്ച്വൽ വ്യൂ എന്താണ് എന്നുള്ളതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഇതിൽ ഇതും ഹാച്ച് ചെയ്തിരിക്കും. ഇവിടെ രണ്ടിടത്തും സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ലൈനുകൾ മാത്രം തിക്കായിട്ട് വരക്കും. ക്ലിയർ? നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് റിവൈൻഡ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മതിയാണ്. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുവാണ്. അപ്പോൾ കോണിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ആദ്യം വെക്കണം. കോണിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? അതിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഈസ് 50 mm. അപ്പൊ 25 mm നമുക്ക് റേഡിയസ് എടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. ഞാൻ അതിന്റെ മാക്സിമം താഴത്തേക്ക് എടുത്ത് വരച്ചതിന്റെ കാര്യം എനിക്ക് എന്റെ ട്രൂ ഷേപ്പ് വരക്കുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകും. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി പോർട്രേറ്റ് ആയിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ട് ഇവിടെ XY ലൈൻ വരച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പൊ എനിക്കിപ്പോ എന്റെ ക്യാമറയിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോണിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. അപ്പൊ അതിന് ഞാൻ ഇതിന്റെ ഡയമീറ്റർ ഒരെണ്ണം മാർക്ക് ചെയ്യണം. രണ്ട് പോയിന്റ് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. XY ലൈനിലേക്ക് വെർട്ടിക്കലായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആക്സിസ് വരക്കാം. ആക്സിസ് വരക്കുമ്പോൾ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? 60 mm. 60 mm ലെങ്ത് എടുത്തിട്ട് ഞാൻ വരക്കുവാണ്. സോളിഡ്സ് നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യണം? കോണിനെ ഒന്ന് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നാൽ മാത്രമേ ഉള്ളൂ പ്രൊജക്ഷൻ അല്ലെ സെക്ഷൻ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഞാൻ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്. കാരണം ഓൾറെഡി രണ്ടെണ്ണം ഞാൻ വരച്ചിട്ടുള്ളത് കൊണ്ട് ഇനി എനിക്ക് 2 പോയിന്റ്സ് കൂടെ ആവശ്യമുള്ളൂ. ഇതൊക്കെ ആക്ച്വലി തിൻ ലൈൻസ് വരച്ചാൽ മതി. പക്ഷെ ക്യാമറയിൽ വിസിബിലിറ്റി കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തിക്കായിട്ട് വരക്കുകയാണ്. ദിസ് ഓൾ ആർ തിൻ ലൈൻസ് ആക്ച്വലി. സോ ഐ ഡിവൈഡ് ദ കോൺ ഇൻടു 8 equal parts, each of them in 45 degree inclination. Then draw the points into the top view. ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന പോയിന്റ്സിന് ഫ്രണ്ട് വ്യൂ വരച്ചാൽ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോഴുള്ള ഈ ടോപ്പ് വ്യൂ വരച്ചു, ഈ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത് ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്സിസിന്റെ മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ ഹൈറ്റ് 60 mm ആണെങ്കിൽ 30 mm എടുത്ത് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു.
ഓക്കെ, ഇപ്പൊ ഈ മിഡ് പോയിന്റിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത്? 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കാട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് അല്ലെ HP ആയിട്ട് 40 ഡിഗ്രി ഇൻക്ലിനേഷൻ. അപ്പൊ നമുക്ക് 40 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇങ്ങോട്ട് സെക്ഷൻ പ്ലെയിൻ വരക്കാം, ഇങ്ങനെയും വരക്കാം. ഞാൻ ഈ സൈഡിലേക്കാണ് വരക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ട്രൂ ഷേപ്പ് ഇങ്ങോട്ട് മാറ്റി വരക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വരച്ചാൽ പോലും ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ. അപ്പൊ ഇത് ചെയിൻ ലൈൻ വെച്ചിട്ട് സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ 2 പോയിന്റിൽ ഞാൻ ഒരല്പം തിക്കാക്കുന്നു. സെക്ഷൻ പ്ലെയിൻ ആണ് എന്നത് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ 2 ആരോ ഹെഡ്സ് ഞാൻ 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഈ സെക്ഷൻ പ്ലെയിൻ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സെക്ഷൻ പ്ലെയിന്റെ വെർട്ടിക്കൽ ട്രേസ് ആണ്. വെർട്ടിക്കൽ ട്രേസ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ പഠിച്ചിരുന്നു. അതായത് ഒരു സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് VP-യിൽ വന്ന് ടച്ച് ചെയ്യുന്നതിന്റെ റെപ്രസെന്റേഷൻ ആണ് അത് സൂചിപ്പിക്കുന്നതിന് വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ അനോട്ടേഷൻ ഞാൻ കൊടുക്കുകയാണ്. A, B, C, D, E, F, G and H. A dash, B dash, C dash, D dash, E dash, F dash in bracket, G dash in bracket, H dash in bracket. ഓക്കെ, ഇത്രയും ചെയ്താൽ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ പ്ലെയിൻസിന്റെ പോയിന്റ്സ് അല്ലെ സെക്ഷണൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതായത് സെക്ഷൻ ചെയ്തപ്പോൾ ഈ സോളിഡിന്റെ ഏതൊക്കെ എഡ്ജുകളിൽ അല്ലെ ഏതെങ്കിലും കോർണേഴ്സിൽ എവിടെയൊക്കെയാണോ അത് കട്ട് ചെയ്യുന്നത് ആ പോയിന്റുകൾക്ക് പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എയുടെ നേരെ മുകളിൽ കട്ട് ചെയ്ത പോയിന്റിന് ഞാൻ 1' എന്ന് കൊടുക്കുന്നു. BA അത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിന് 2' എന്ന് കൊടുക്കുന്നു. CA കട്ട് ചെയ്ത പോയിന്റിന് 3' എന്ന് കൊടുക്കുന്നു. D2 ഇവിടുന്ന് P' Q' എന്നാണ് ആക്സിസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ D' to Q' കട്ട് ചെയ്ത പോയിന്റിന് ഞാൻ 4' എന്ന് കൊടുക്കുന്നു. E' to Q' കട്ട് ചെയ്ത പോയിന്റിന് 5' കൊടുക്കുന്നു. ദെൻ 6' 7' ആൻഡ് 8'. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഇതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ അനോട്ടേഷൻ കൊടുത്തു തുടങ്ങുന്നു. സെക്ഷണൽ പോയിന്റ്സ് എന്നാണ് ഇപ്പോൾ ചെയ്യുന്നതിന് പറയുന്ന പേര്. അതായത് ഈ സർക്കിള് ഇതുപോലെ കോണിനെ സെക്ഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഓരോ എഡ്ജുകളിലും അല്ലെങ്കിൽ ഓരോ പോയിന്റുകളിലും അത് കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന ഓരോ പോയിന്റിനും ഞാൻ പേര് കൊടുക്കുവാണ്. എന്നാൽ മാത്രമേ എനിക്കിത് പ്രൊജക്ട് ചെയ്ത് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഇമാജിനറി പോയിന്റ്സ് ആണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, അപ്പൊ ഞാൻ 1 A' Q' ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് അത് താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് 1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ദെൻ 2 എനിക്ക് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് B' to Q' ആണ്. അപ്പോൾ താഴത്തെ B2 Q പോയിന്റ് ഞാൻ കണ്ടുപിടിക്കുന്നു. അതിന് ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ദെൻ 3 ആക്ച്വലി ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് C2 Qയിലാണ്. ആ പോയിന്റ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടുന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് ട്രൂ ലെങ്ത് തരുന്ന ഏതെങ്കിലും ഒരു ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. ട്രൂ ലെങ്ത് തരുന്ന ഒറ്റ ലൈനുകളിലൂടെ A' Q'. ആ പോയിന്റിൽ അത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഹൊറിസോണ്ടലായിട്ട് അതിന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. A to Qയിൽ കൊണ്ടുവരുന്നു ആ പോയിന്റ്. ദെൻ അവിടുന്ന് ടോപ്പ് വ്യൂയിലെ A to Qയിൽ കൊണ്ടുവന്നു ആ പോയിന്റ്. ദെൻ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആർക്ക് വരക്കണം. അതേ ഡിസ്റ്റൻസ് ഈ Aയിൽ കുത്തിയിട്ട് ആ ഡിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് ആർക്ക് വരക്കുക. അതേ പോയിന്റ് ഞാൻ മുകളിലേക്ക് മാർക്ക് വരച്ചിടുന്നു. കാരണം എനിക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്? 3 കണ്ടുപിടിക്കണം, 7 കണ്ടുപിടിക്കണം. അപ്പൊ 3 കണ്ടുപിടിച്ചു. ദെൻ ഇത് 4ന്റെ പോയിന്റ് ആണ്. ദെൻ 5ന്റെ പോയിന്റ്. ദെൻ 6, 7, 8 കണ്ടുപിടിക്കണം. ദിസ് 8. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടോപ്പ് വ്യൂവില് ഈ സെക്ഷൻ ചെയ്തതിന് ശേഷം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6, 6 to 7, 7 to 8, 8 to 1 ജോയിൻ ചെയ്യുന്നു. ദെൻ തിക്ക് ലൈൻസ് കൊണ്ട് ഞാനിത് റെപ്രസെന്റ് ചെയ്യുകയാണ്.
ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? സെക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കുറെ ലൈൻസ് എല്ലാ പോയിന്റിൽ നിന്നും വരക്കണം. ഒരു പോയിന്റ് ഞാൻ വരച്ചു വെക്കുന്നു, അതിന് പാരലായിട്ട് നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. 1-ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു. ദെൻ അതുപോലെ 2-ന് പെർപെൻഡിക്കുലർ ആയിട്ട് 2-ൽ നിന്ന് വരച്ചു. 3-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 3-ൽ നിന്ന് വരച്ചു. ഏതിന് പെർപെൻഡിക്കുലർ? സെക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ. ഓക്കെ, ദെൻ 4-ൽ നിന്ന് വരക്കുന്നു, ദെൻ 6-ൽ നിന്നും വരക്കുന്നു. ഓക്കെ, ദെൻ ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. XY ലൈനിൽ നിന്ന് ശ്രദ്ധിച്ചോണം. XY ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂവിലെ എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടുത്തെ എ കുത്തി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സെയിം XY ലൈനിൽ നിന്ന് ബിയിലേക്കുള്ള 2-ലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു. എന്നിട്ട് അത് 2-ൽ കുത്തി മാർക്ക് ചെയ്യുന്നു. XY ലൈനിൽ നിന്ന് 3-ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ദെൻ അതിവിടെ 3 കുത്തി മാർക്ക് ചെയ്യുന്നു. XY ലൈനിൽ നിന്ന് 4-ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് 4-ൽ കുത്തി മാർക്ക് ചെയ്യുന്നു. XY ലൈനിൽ നിന്ന് 5 സെയിം 6 മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലെങ്ത് കുറവായിരിക്കും. ആ ലെങ്ത് എടുക്കുന്നു, 6 കുത്തി നമ്മൾ മാർക്ക് ചെയ്യുന്നു. കാരണം 6-ൽ നിന്ന് പ്രൊജക്ട് ചെയ്തത് 6-നും 4-നും വേണ്ടിയുള്ളതാണ്. 7 8 XY ലൈനിൽ നിന്നാണ് ഈ ഡിസ്റ്റൻസ് എല്ലാം എടുക്കണ്ടേ, തെറ്റിപ്പോകരുത്. ഓക്കെ, എല്ലാ പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ 1 2 ഇതല്ലേ, 2 3 4 5 6 7 and 8. ഇനി ഇത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് നമുക്ക് വരക്കേണ്ടത്. ഫ്രീ ഹാൻഡ് ആയിട്ട് ലൈനുകൾ വരക്കുക. ഇങ്ങനെയായിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്, ട്രൂ ഷേപ്പ് വരുന്നത്. ഇതിന് നമുക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹാച്ച് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഓഫ് പോയിന്റ്സ് കഴിഞ്ഞു. പിന്നെ അനോട്ടേഷൻ ചെയ്യാനായിട്ട് മറക്കരുത്, ഡയമെൻഷൻ ചെയ്യാൻ മറക്കരുത്. 40 ഡിഗ്രി ഇൻക്ലിനേഷൻ ആക്സിസിന് മാർക്ക് ചെയ്യണം, അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യണം, ബേസ് ഡയമീറ്റർ മാർക്ക് ചെയ്യണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് സെക്ഷണൽ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ആണിത്. ട്രൂ ഷേപ്പ്, ദ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ദിസ് ഈസ് സെക്ഷണൽ ടോപ്പ് വ്യൂ. ഓക്കെ, ദെൻ എൻ്റെ